ആ സമയത്ത് തന്നെ നമ്മൾ എല്ലാവരും ഭയങ്കര ഭയങ്കര ബോണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഷൂട്ടിലേക്ക് തന്നെ കിടക്കുന്നത്. വിനോദ് സാറും പിന്നെ ആദ്യം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു വിനോദ് സാറിനെ കണ്ട സമയത്ത്. പക്ഷേ പിന്നെ സാറ് ഭയങ്കര കാണുന്ന പോലെ എല്ലാം മനസ്സിലായി. സാറ് ഭയങ്കര സപ്പോർട്ടീവായിട്ട് സാറ് നമ്മളിങ്ങനെ ഭയങ്കര ഇതായിട്ടാണ് നമ്മളെയൊക്കെ ചെയ്യിപ്പിച്ചതും എല്ലാം. അപ്പം അങ്ങനെയായിരുന്നു. നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാവരും കാണണം തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച് ഡിയർ. ആൻഡ് പ്രേം. ഹായ്, എൻ്റെ പേര് പ്രേം. ഞാനും എൻ്റെ ആദ്യത്തെ മൂവിയാണ്. ഞാനും ഓഡിഷൻ വഴിയാണ് വരുന്നത്. പിന്നെ എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ ഫസ്റ്റ് ഡേ മാത്രമേ നമ്മൾ സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് നിന്നിട്ടുള്ളൂ. പിന്നെ ബാക്കിയെല്ലാം നമ്മൾ എല്ലാം ഈ പറയും പോലെ ഒരേ പായലുണ്ട്, ഒരേ പ്ലേറ്റിലുണ്ട്, ഒരേ പായൽ കിടന്ന് ഉറങ്ങി എന്നൊക്കെ പറയും പോലെ ആയിരുന്നു നമ്മൾ ഈ ആ ദിവസങ്ങൾ. ഈ പറയും പോലെ പിന്നെന്താ പറയാൻ, പിന്നെ ഈ എന്താ പറയണം എന്നുള്ള കാര്യം അറിയില്ല. അപ്പോൾ അരുൺ പറഞ്ഞു ആകെ നെർവസ് ആയിരിക്കുകയാണ്. പിന്നെ ഡയറക്ഷൻ ടീമിൽ നിന്നും നമ്മുടെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നായാലും നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൊറിയോഗ്രാഫർ, ഞാൻ ബേസിക്കലി ഡാൻസറാണ്. അപ്പോൾ പിന്നെ 80s കാലഘട്ടം ഡാൻസ് പിടിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി പാടായിരുന്നു. അതിന് ഭയങ്കര സപ്പോർട്ടായിരുന്നു ഇവരെല്ലാവരും, നമ്മുടെ കൊറിയോഗ്രാഫർ. അങ്ങനെ പിന്നെ എന്താ പറയാൻ. താങ്ക് യു സോ മച്ച്. ഇനി പറയാനുള്ളതൊക്കെ ഇവർക്ക് ചോദ്യങ്ങളും ചോദിക്കാനുണ്ട് കേട്ടോ. യെസ്. ആൻഡ് സിബി. യെസ്, ഹലോ സിബി. ഹായ് ഹായ് ഹായ്. എന്നാ ഉണ്ട്? സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഫ്രണ്ട്സും ഫാമിലിയൊക്കെ എന്താ അഭിപ്രായം പറഞ്ഞേ? നന്നായിന്ന് പറഞ്ഞു. നാട്ടിലെ താരെന്നൊക്കെ പറയുന്ന പോലെ. ഓൾറൈറ്റ് സിബി, എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഇത് എന്നെ നേരിട്ട് വിളിക്കുകയായിരുന്നു സാറ്. ഞാനിങ്ങനെ ഷോ ചെയ്യുന്നതാണ്, മറ്റേ സ്റ്റേജ് ഷോ ഒക്കെ ചെയ്യുന്ന ഒരു. അപ്പോൾ അങ്ങനെ കണ്ട് വിളിച്ചതാണ്. അപ്പോൾ നേരിട്ടായിരുന്നു എൻ്റെ സുനിൽ സാറും സാറും. ആരുടെ പേരാ അറിയണ്ടേ? ഡയറക്ടർ സാറും സുനിൽ സാറും. സിബി വിനോദയൊക്കെ സോറി, ബ്ലാക്ക് ആയി പോയി. ഒരു കുഴപ്പമില്ല, ടോട്ടലി അണ്ടർസ്റ്റാൻഡബിൾ. ഡയറക്ടർ അല്ലേ, പേര് മറക്കാം, കുഴപ്പമില്ല. അപ്പോൾ അവർ നേരിട്ട് വിളിച്ച് എന്നെ ഓഡിഷൻ ചെയ്യിപ്പിച്ചാണ് കയറിയത്. ജോമിത്തേടാണ് വന്ന് വീട്ടിൽ വന്നത്. ജോമിത്തിനെ ഒന്ന് വിളിക്കാൻ നമ്മൾ പറയാൻ വിട്ടുപോയി. ജോമിത്തിനെ ഒന്ന് ജോമിത് സർ. സിബി ഫിനിഷ്ഡ്? ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച്. ആൻഡ് വിഷ്ണു കൂടിയുണ്ട് നമ്മുടെ ആക്ടേഴ്സിൽ സംസാരിക്കാനായിട്ട്. വിഷ്ണു, ഓവർ ടു യു. ജോമിത്തിനോ വന്നിരിക്കും. ഹായ്, എൻ്റെ പേര് വിഷ്ണു എന്നാണ്, വിഷ്ണു ഗ്രൂവി എന്നാണ്. എൻ്റെ ഇതിലെ ക്യാരക്ടറിൻ്റെ പേര് ജോണി എന്നാണ്. പക്ഷെ അതെനിക്ക് മാത്രമേ അറിയുള്ളൂ. ഇവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് ഈ ജോണി എന്നുള്ള പേര്. അല്ല, എൻ്റെ പേര് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇവരുടെ ഇടയിലാണ് ജോണി എന്നുള്ള പേര്. അപ്പോൾ എനിക്ക് സ്റ്റേജിൽ കയറിയപ്പോൾ, ലുലു മോളിൽ സ്റ്റേജിൽ കയറിയപ്പോൾ എൻ്റെ കൺഫ്യൂഷൻ ആയിരുന്നു, എൻ്റെ പേര് ജോണി എന്നാണോ ബോണി എന്നാണോ, ആ കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ ഇവരുടെ ഇടയിൽ ഒരുപാട് സംസാരം വരുന്നൊരു ക്യാരക്ടറാണ് ഞാൻ. കാരണം ഇവർ രണ്ട് കഥാപാത്രങ്ങളുടെ സ്റ്റോറിയാണ്, മൂൺ വാക്ക് ആൻഡ് സൂം ബോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഓപ്പോസിറ്റ് വരുന്ന ക്യാരക്ടേഴ്സാണ് ഞങ്ങളുടെ. അപ്പോൾ ഇതിൽ ഇവർ അസൂയപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ ഈ കൂട്ടത്തിൻ്റെ കൂടെ ഉണ്ടു ഉറങ്ങിയ ആളല്ല ഞാൻ. എൻ്റെ കൂടെ ഉണ്ടു ഉറങ്ങിയ ആൾക്കാരെല്ലാവരും പല വഴിയിലാണ്. അപ്പോൾ ഇവരെല്ലാവരും എനിക്ക് നേരത്തെ അറിയാം, ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരെയും. സൂര്യനെയൊക്കെ ഞാൻ ഇപ്പോഴാണ് റീസെൻ്റ്ലി കുറച്ച് പേരെ കാണുന്നത്, അപ്പൂനെ, സൂര്യനെ. പക്ഷെ അനുവിനെ ആൻഡ് പ്രേമനെയൊക്കെ എനിക്ക് നേരത്തെ, ഋഷിനെ അറിയാൻ തോന്നുന്നു. ആൻഡ് ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂൺ വാക്ക് എനിക്ക് ഭയങ്കര ലൈഫിൽ ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഏറ്റെടുക്കുമെന്ന് വിചാരിക്കുന്ന ഒരു നല്ലൊരു മൂവിയാണ്. കേട്ടപ്പോൾ തന്നെ ഇതിൻ്റെ ഇതിവൃത്തം എന്ന് പറയുമ്പോൾ ലൈക്ക് ഇപ്പോഴത്തെ നമ്മുടെ ന്യൂ സ്കൂൾസ് ഡാൻസ് അല്ല ഇതിനകത്ത് വരുന്നത്. ഇത് ഓൾഡ് സ്കൂളിലുള്ള ആൾക്കാരുടെ ഒരു ഡാൻസ് കാറ്റഗറിയാണ്. 80s വരുന്ന അന്നത്തെ ആൾക്കാർ കളിച്ചതുപോലെ ഞങ്ങൾ കളിക്കണം. നമുക്കറിയാലോ ഇപ്പോഴത്തെ ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെയല്ല, പണ്ടത്തെ ടെക്നോളജി ഉപയോഗിച്ച് അവർ അന്ന് കഷ്ടപ്പെട്ട് പഠിച്ചത് എന്താണോ അതിൻ്റെ ഒരുപാട് അപ്പ് ലെവൽസ് മാറി. ഇപ്പോൾ ഞങ്ങളൊക്കെ ഹൗസ് ലോക്ക്, പണ്ട് പോപ്പിംഗ് ലോക്കിംഗ് എന്ന് മാത്രമാണെങ്കിൽ ഇപ്പോൾ പോപ്പിംഗ് ലോക്കിംഗ്, ഹൗസ് വാക്കിംഗ്, വോക്കിംഗ് അങ്ങനെ പറഞ്ഞ് ക്രംബ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സ്റ്റൈൽ ഇതൊക്കെ ഞങ്ങൾ പഠിച്ചു.
ഇനി വരുന്ന തലമുറ ഇതിനപ്പുറം പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൽ നിന്ന് തിരിച്ച് ഡീഗ്രേഡ് ചെയ്ത് താഴെ പോയിട്ട് ആ ഒരു സ്റ്റൈല് പഠിക്കണം എന്ന് പറയുമ്പോൾ അത് ശ്രീതാശാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മളെ അതിന് വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്തെടുത്താണ്. എടാ അപ്പോൾ പുള്ളി പറയും, എടാ നീ ശ്രീതാശൻ എന്ന് പറഞ്ഞാൽ എല്ലാം അപ്ഡേറ്റഡ് ആണ് ഫുള്ള്. പുള്ളി പറയും, എടാ നീ ചെയ്യുന്ന ഈ സാധനമാണ്, ഇതല്ല വേണ്ടത്, നമുക്ക് ഇതാണ് വേണ്ടത്, അപ്പം നമുക്ക് ഇതിലോട്ട് ഇറങ്ങണം. ഇതിന് ഒരു 3 മാസം ഞങ്ങളായിട്ട് കഷ്ടപ്പെടുത്തി ഇടലിനായിട്ട് പ്രാക്ടീസ് ചെയ്യിച്ചിട്ട് അതിന് വേണ്ടി എടുത്ത എഫേർട്ടാണ് ഈ ഒരു മൂവി എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ABCD അല്ലെങ്കിൽ പുതിയ സ്റ്റെപ്പ് 3D എന്ന് പറയുന്ന മൂവി ആയിട്ട് ഒരിക്കലും, കാര്യം ഇവിടെ ഇരിക്കുന്ന ഡാൻസേഴ്സിന്റെ ആരുടെയും സ്കില്ല് ഈ പടത്തിൽ വരില്ല. ബിക്കോസ് നമ്മൾ പഴയ ആൾക്കാരാണ്, പഴയ ആൾക്കാരായിട്ട് നമ്മൾ അവരെയാണ് പ്രതിനിധീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ മൂവി കാണുമ്പോൾ എപ്പോഴും കാണേണ്ടതെന്ന് വെച്ചാൽ പണ്ടത്തെ ആൾക്കാരാണ് ഞങ്ങൾ, 80s ആൾക്കാരായിട്ടാണ് ഞങ്ങളെ കാണേണ്ടത്. ഞങ്ങൾ അതായിട്ടാണ് ഇതിൽ പെർഫോം ചെയ്തിരിക്കുന്നത്. സോ അവരുടെ സോളും അവർ ആ സമയത്ത് അനുഭവിച്ച കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അവർ എടുത്ത എഫേർട്ടും നമ്മളെപ്പോലെ ഡാൻസേഴ്സിന് പഠിക്കാൻ വേണ്ടി എടുത്ത എഫേർട്ടും ഈ മൂവിയിൽ നല്ലതുപോലെ പറഞ്ഞു വരുന്നുണ്ട്. അതാണ് ഈ മൂവിയുടെ സോൾ. സോ എല്ലാവരും കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ മൂവി വളരെ ഹിറ്റാവാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ ഞങ്ങൾക്ക് വേണം. ദയവ് ചെയ്ത് എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, സപ്പോർട്ട് ചെയ്യാം. Thank you so much, dear. You talk really beautifully. Thank you so much. And Arjun? ഹലോ, എൻ്റെ പേര് അർജുൻ. എന്നെക്കുറിച്ച് പറയുന്നതിന് മുന്നേ ഇങ്ങനത്തെ ഒരു ടോപ്പിക്ക്, ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ഇത്രയും വലിയ സ്കെയിലിൽ കുറച്ച് ന്യൂ കമേഴ്സിനെ വെച്ചിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയ ഗട്ട്സ്, അതിനെനിക്ക് അപ്രീഷിയേറ്റ് ചെയ്യണം ഫസ്റ്റ് ഓഫ് ഓൾ. സോ അത് ആസ് എ ന്യൂ കമർ ആക്ടേഴ്സ് അത് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമാണ്, ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് ഫസ്റ്റ് തിങ് എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് അതാണ്. സോ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് വർഷത്തെ ആഗ്രഹത്തിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. ഒരുപാട് നാളത്തെ ഈ പറഞ്ഞ ഓഡിഷൻസ്, സ്ട്രഗിൾസ്, കാര്യങ്ങൾ, അതിനൊക്കെ ഒടുവിലാണ് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി. ഞാൻ ഇപ്പോഴും തിയേറ്ററിലാണ്, ഇപ്പോഴും ഞാൻ സിനിമയിലാണ്. എനിക്കറിയില്ല, ഞാൻ ഇപ്പോഴും അതിന് പുറത്ത് വന്നിട്ടില്ല. സോ ഒരുപാട് എക്സൈറ്റഡ് ആണ്. എല്ലാവരും കാണണം, അഭിപ്രായങ്ങൾ പറയാം. അർജുൻ, ഒരു കാര്യം ഒന്ന് ചോദിക്കട്ടെ, ഒരു സംശയമാണ്, പിന്നെ ഒരു റിക്വസ്റ്റും കൂടി ഉണ്ട്. ഇപ്പം ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം താങ്കളാണെങ്കിൽ അതൊന്ന് എനാക്ട് ചെയ്യണം എന്ന് കൂടി ഒരു ചെറിയ റിക്വസ്റ്റാണ്. പണ്ടത്തെ കാലത്തിലെ ഒരു അനൗൺസ്മെന്റ് അല്ലേ, ഒരു നല്ല നല്ല അടിപൊളി സൗണ്ടിൽ ഒരു അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു. വിനോദ് സാറാണോ? അത് വിനോദ് സാറാണ്. എന്നിട്ട് മിണ്ടാതിരിക്കുകയാണ്. വിനോദ് സാർ, നമുക്ക് വേണ്ടി please. Please, 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 please. Yes, come on. Come on, sir. Come on, come on, come on. അതങ്ങനെ ചെയ്യാൻ പറ്റുന്ന പണിയൊന്നുമല്ല. പക്ഷെ എന്നാലും വിനോദ് സാറിനെ കൊണ്ട് പറ്റും, അത് നമുക്കറിയാം. I can see mushrooms. I can see rockets. I can see boys in the womb. Oh my good Lord. That was fantabulous. A big round of applause, everyone. ഇത് എവിടെ നിന്ന് വരുന്നു സർ? All right. അത് അദ്ദേഹം ഒറിജിനലി ആ കാലഘട്ടത്തിൽ ചെയ്തിരുന്ന സാധനം തന്നെയാണ്. Oh. That was a very very new information. All right. And ഇവരെ പോലെ തന്നെ ഇതിനകത്തൊരു കീ പിവറ്റൽ റോള് പ്ലേ ചെയ്തിട്ടുള്ള, റോൾ ഇൻ ദ സെൻസ് ലൈക്ക് ബിഗ് സ്ക്രീനിലല്ല, ഇവരെയൊക്കെ സെലക്ട് ചെയ്യുന്നതിൽ വലിയൊരു റോള് പ്ലേ ചെയ്തിട്ടുള്ള കാസ്റ്റിംഗ് ഡയറക്ടർ ജോമിക് സർ അല്ലേ, ഏറ്റവും സ്നേഹത്തോടുകൂടി അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യണം. പ്ലീസ് നമ്മുടെ കൂടെ സ്റ്റേജിലോട്ട് വാ, ഒന്ന് cheer ചെയ്താൽ വരും കേട്ടോ. ഒരു ചെറിയ മടിയാണോ നാണാണോ എന്താണ്? നാണാണ് അല്ലേ, പ്രശ്നമില്ല, കയറിയിരുന്നോ. ആൻഡ് നാണമുള്ളത് കൊണ്ട് പ്രത്യേകമായിട്ട് എടുത്ത് ചോദിക്കുകയാണ്, എങ്ങനെ ഉണ്ടായിരുന്നു ഇവരെയൊക്കെ കാസ്റ്റ് ചെയ്തപ്പോൾ ഉള്ള, അല്ലെങ്കിൽ കാസ്റ്റ് പെർഫെക്റ്റ് ആയിരുന്നു നമുക്ക് തോന്നുന്നുണ്ട്, അതിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ശരിക്കുള്ള കാസ്റ്റിംഗ് ഡയറക്ടർ വിനോദ് സാർ തന്നെയാണ്. ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ കണ്ടെത്തുന്നുള്ളൂ. എങ്ങനെ കണ്ടെത്തിയത്? അത് പല സാഹചര്യങ്ങളും, ഇപ്പൊ ഡാൻസ് സ്കൂളുകളിൽ പോയി, കോളേജുകളിൽ പോയി, പലരെയും ഇങ്ങനെ സുഹൃത്തുക്കളൊക്കെ ചോദിച്ചു, അങ്ങനെയൊക്കെ. എത്ര നാളത്തെ ഒരു പ്രോസസ് ആയിരുന്നു അത്? സാർ അതിന് വേണ്ടിയിട്ട് 8 മാസത്തോളം എടുത്തിട്ടുണ്ട്. ഓക്കെ. പലപ്പോഴും എൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഇടവിട്ടായിരുന്നു. ഞാനിവിടെ അഡ്വർടൈസിങ്ങിൽ ബേസിക്കലി അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഇടവേളകളിലായിരുന്നു ഞാനിതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നത്. അപ്പം എൻ്റെ അധ്വാനം വളരെ കുറവാണ്.
ശരിക്കും അതിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടർ സാർ തന്നെയാണ്. എളിമയാണ് മെയിൻ. എനിവേ താങ്ക് യു സോ മച്ച് സർ ആൻഡ് വി